ഹലോ നമസ്കാരം. ഇൻസൈഡ് 360യിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ലാസ്റ്റ് ഇയേഴ്സിലെ അക്കാദമിക് ഇയർ നഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞിട്ട് ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്? ഔട്ട്സൈഡിലേക്ക് പോകാനായിട്ടുള്ള ഇംഗ്ലീഷ് കോഴ്സസുകൾ ചെയ്യണോ? അതോ ഹയർ എഡ്യൂക്കേഷൻസിന് പോണോ? മൊത്തത്തിൽ കൺഫ്യൂഷൻസ് ആയിട്ട് പല കുട്ടികളും നമ്മൾ ഡെയിലി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ മാത്രമല്ല പാരൻസ് അടക്കം. അപ്പോൾ അവരുടെ എല്ലാം ഒരു കൺഫ്യൂഷൻസ് മാറ്റാനായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളിതൊന്ന് വാച്ച് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ കൂടി ഒന്ന് ഷെയർ ചെയ്യാം. ഇതുപോലെയുള്ള എല്ലാ ന്യൂ അപ്ഡേഷൻസും അതുപോലെ ന്യൂ ആയിട്ടുള്ള എല്ലാ എക്സാമിനേഷൻസും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഈ 2025 അല്ലെങ്കിൽ അതിന് മുൻപുള്ള വർഷങ്ങളിൽ നഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ ഒരു വലിയൊരു കൺസേൺ ആണ്. അപ്പോൾ അക്കാദമിക് ഇയർ പാസ് ഔട്ട് ആകുന്ന നഴ്സിൻ്റെയും ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, ഇനി എന്താണ് അടുത്തത്? ഇംഗ്ലീഷ് പഠിക്കാൻ പോകണോ അതോ ഹയർ സ്റ്റഡീസിന് പോകണോ? ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇതിനകത്ത് എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഏതാണ് ബെസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്താലാണ് എന്ന് അവർ ഭയങ്കര കൺഫ്യൂഷൻസിലാണ്. അവർക്ക് നല്ലൊരു കരിയറിന് പറ്റുന്ന നല്ലൊരു ജോബ് കിട്ടുന്നത് എന്നതിനെ കുറിച്ചും ഒരു ഐഡിയ ഇല്ല. ഇതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പാരൻസ് ആണ്. നഴ്സിങ്ങിനേക്കാളും, അതായത് ഇപ്പോൾ കറൻ്റ്ലി പാസ് ഔട്ട് ആയിട്ടുള്ള നഴ്സിനേക്കാൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച്, അതായത് ഇപ്പോൾ നമ്മുടെ നഴ്സിംഗ് വേക്കൻസി എല്ലാം കുറഞ്ഞിരിക്കുകയാണ്. പല രാജ്യങ്ങളിലേക്കുള്ള നഴ്സിംഗ് എടുക്കുന്നില്ല. ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മളൊക്കെ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓരോ ഓപ്ഷൻസ് ആയിട്ട് തന്നെ നമുക്ക് പറയാം. ആദ്യം ഈ ഇംഗ്ലീഷ് ടെസ്റ്റ്, അതായത് OET അല്ലെങ്കിൽ IELTS പോലെയുള്ള ഒരുപാട് ഇംഗ്ലീഷ് ടെസ്റ്റുകളുണ്ട് പല രാജ്യങ്ങളിലേക്ക് പോകാനുള്ളത്. ഇത് 2-3 വർഷം മുൻപുള്ള ഏറ്റവും വലിയ ട്രെൻഡായിരുന്നു. പക്ഷേ കോളേജിൽ നിന്ന് ഇറങ്ങി നേരെ ഒരു OET സെൻറ്ററിലേക്ക് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു സിറ്റുവേഷൻസ്. പക്ഷെ ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെയുള്ള കോഴ്സുകൾ പോയിട്ട് ജോയിൻ ചെയ്യരുത് എന്നാണ്. ഞാൻ മാത്രമല്ല, നമ്മൾ സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളൊരു രാജ്യത്തേക്കും അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അത് മാത്രമല്ല, ഈ ഇംഗ്ലീഷ് എക്സാമുകൾക്കെല്ലാം ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അതായത് 2 വർഷമൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിന് ഒരുപാട് ഫീസും വേണം. ആക്ച്വലി നമുക്കിപ്പോൾ ആവശ്യം ഇല്ല ഇത്തരത്തിലുള്ള കോഴ്സുകൾ. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണമെന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമലി ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചാൽ മതി. അതും ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടില്ല. നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് വെച്ച് നിങ്ങളൊരു ജസ്റ്റ് ഇംഗ്ലീഷ് ഒന്ന് അറിഞ്ഞിരിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് കോഴ്സ് ഒരു കാരണവശാലും നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. നെക്സ്റ്റ് ഓപ്ഷനാണ് ഒരു ഹയർ സ്റ്റഡീസിന് പോകണോ എന്നുള്ളത്. ഇതെല്ലാം സ്റ്റുഡൻസ് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഹയർ സ്റ്റഡി അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു BSc കഴിഞ്ഞാൽ ഒരു MSc ആവുക, MSc കോഴ്സ് എടുക്കുക. അപ്പം ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസേഷൻ കോഴ്സ് ആകാം. അതിൽ MScക്ക് പോവുകയാണെങ്കിൽ കേരളത്തിലുള്ള മെഡിക്കൽ കോളേജുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസ് ടെസ്റ്റ് എഴുതണം. അതിന് അത്യാവശ്യം നിങ്ങൾ പഠിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് പഠിച്ചിറങ്ങിയ ഉടനെ MScക്ക് പോകുന്നത് ഒരു നല്ല ഐഡിയ അല്ല. കാരണം നിങ്ങൾ പഠിച്ചിറങ്ങിയ ഉടനെ MScക്ക് പോകും. എങ്ങാനും നിങ്ങളൊരു ക്ലെവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MScക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്യും. നിങ്ങൾ വന്നിട്ട് അടുത്ത സ്റ്റുഡൻസിനെ പഠിപ്പിക്കും. കാരണം നിങ്ങൾ യാതൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും ഇല്ലാതെ ഇങ്ങനെയുള്ള ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നഴ്സിംഗ് മൊത്തത്തിൽ ഒരു നിലവാരമില്ലാത്ത രീതിയിലോട്ട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോഴുള്ള ഒരു മെജോറിറ്റി നേഴ്സസും ജസ്റ്റ് MSc എടുത്ത് നഴ്സിംഗ് എവിടെയെങ്കിലും എടുത്ത് വന്ന് പഠിപ്പിക്കുന്നവരാണ്. അവർക്ക് വേറെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള യാതൊരു നോളജസും കിട്ടുന്നില്ല. ജസ്റ്റ് തിയറി, അല്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ പോകരുത്. അടുത്തൊരു ജനറേഷൻ കൂടി അല്ലെങ്കിൽ അടുത്ത് വരുന്ന നമ്മുടെ നഴ്സുമാരും കൂടി അതിൽ വേഴ്സായി പോകാനായിട്ട് ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് 1-2 വർഷം നിങ്ങൾ നല്ല കോളേജിൽ ഒരു എക്സ്പീരിയൻസ് എടുത്ത് അല്ലെങ്കിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം MSc നഴ്സിങ്ങിനായിട്ട് പോവുക. സോ MSc നഴ്സിംഗ് ഒരു ഓപ്ഷനാണ്. വേറെ പക്ഷേ MSc പഠിച്ച് നിങ്ങൾക്കൊരു കോളേജിൽ കയറി വളരെ ലിമിറ്റഡ് സാലറിയാണ് നിങ്ങൾക്ക് ഈ ഒരു കോളേജിലെ ടീച്ചേഴ്സിനെല്ലാം സാലറി. നിങ്ങൾക്ക് അറിയാലോ, മാക്സിമം സാലറി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വർഷമായവർക്ക് വരെ ഒരു 50,000 ഒക്കെയാണ് കിട്ടുന്നത്. വളരെ ചുരുക്കം കോളേജസുകൾ മാത്രമാണ് ഈ പറയുന്ന എമൗണ്ട് വരെ കൊടുക്കുന്നത്. അപ്പോൾ നഴ്സിങ്ങിന്, അതായത് നഴ്സിംഗ് ഫാക്കൽറ്റീസിന്, ലെക്ചേഴ്സിന് ഇവർക്കെല്ലാം സാലറി മൊത്തത്തിൽ കുറവാണ്. അതുകൊണ്ട് സാലറി ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പോകാതിരിക്കുക. അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ ചെയ്യുന്നത് നിങ്ങൾക്ക്
ഒട്ടും ഇഷ്ടമില്ല എന്നാണെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ക്ലിനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു ടീച്ചർ ആയാലും വലിയ ഗുണമൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടാണ് പോകുന്നത്. സ്പെഷ്യലൈസേഷൻ ഒരുപാട് സ്പെഷ്യലൈസേഷനുകളുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും സ്പെഷ്യലൈസേഷനുകളുണ്ട്. പീഡിയാട്രിക് അല്ലെങ്കിൽ അഡൾട്ട് ഹെൽത്ത്, ഇതിലെല്ലാം തന്നെ പീഡിയാട്രിക് കാർഡിയക് ഉണ്ട്, ന്യൂറോ ഉണ്ട്. ഇതിനകത്ത് ഒത്തിരി ഓപ്ഷൻസുകളുണ്ട്. അതുപോലെ തന്നെ ICU റിലേറ്റഡ് ആയിട്ടുണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ഉണ്ട്, അതുപോലെ സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ ഒരുപാട് നമുക്ക് ഇതിനകത്തെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം നമുക്കൊരു എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിനെല്ലാം മെജോറിറ്റി ഓപ്ഷൻസ് കൂടുന്നത്. ഈ സ്പെഷ്യലൈസേഷൻ കോഴ്സ് ചെയ്ത് നിങ്ങളൊരു ഹോസ്പിറ്റലിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ ഇൻ്റർവ്യൂവിന് നിങ്ങളെ എടുക്കണം എന്നില്ല ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ. കാരണം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് തന്നെയാണ് മെയിൻ ആയിട്ട് അവർ റീസൺ പറയുക. അപ്പോൾ ഹോസ്പിറ്റലിന് വേണ്ടത് നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെയാണ്. അതുകൊണ്ട് അങ്ങനെ പോകുന്നത് കൊണ്ട് യാതൊരു ഗുണമില്ല എന്നുള്ളതാണ് ഞാൻ പറയുക. പക്ഷേ നിങ്ങൾക്ക് പോകാം. എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങളൊരു 2 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന സെഗ്മെൻറ്റുകളിലേക്കൊക്കെ പോകാവുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ഓപ്പറേഷൻ തിയേറ്റർ സ്പെഷ്യലൈസേഷൻ എടുക്കാം. നല്ല വാല്യൂ ആണ്. നല്ല സാമാന്യമായിട്ട് നല്ല തന്നെ സാലറിയും കിട്ടാനായിട്ടൊരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു ICUവിൽ 2 വർഷം വർക്ക് ചെയ്ത് ICU ഇൻറ്റൻസീവ് കെയർ സ്പെഷ്യലൈസേഷൻ നമുക്ക് എടുക്കാം. ഇതിനെല്ലാം MSCക്ക് വാല്യൂ ഉള്ള കോഴ്സസുകൾ തന്നെയാണിത്. കാരണം നമുക്ക് സാലറിയും നല്ല ഡിഗ്നിറ്റി ഒക്കെ കിട്ടുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു പൊസിഷൻ നിങ്ങൾ സ്പെഷ്യലൈസേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇംഗ്ലീഷ് MSCക്ക് സ്പെഷ്യലൈസേഷൻ എല്ലാം കഴിഞ്ഞ് അടുത്താണ് ജർമ്മൻ പഠിച്ച് ഒരുപാട് നഴ്സുമാർ പോകുന്നുണ്ട്. +2 കഴിഞ്ഞ ഉടനെ തന്നെ സ്റ്റുഡൻസ് നഴ്സിംഗ് അവിടെ പോയിട്ട് പഠിക്കുന്നുമുണ്ട്. അപ്പം അങ്ങനെയും കൂടി വരുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസിൽ ജർമ്മനിലേക്കുള്ള നഴ്സിനെ അവർ എടുക്കുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ മാറാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള കോഴ്സുകൾ എടുക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നല്ല ഡിഗ്നിറ്റിയോട് കൂടി നമുക്ക് നല്ലൊരു ജോബ് ഡിസ്ക്രിപ്ഷനുണ്ട്. ആ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു നഴ്സിങ്ങിന് ചെയ്യാൻ സാധിക്കുന്ന ജോബിൻ്റെ ഒരു ലിസ്റ്റാണ് ജോബ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ നമുക്കതിനെ പറയാം. അപ്പോൾ ജർമ്മനിയിൽ ആക്ച്വലി ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ വളരെ കുറവാണ്. ജർമ്മനിയിൽ പോകുന്നത് മോശമാണെന്നല്ല, അവിടെ പോയി നന്നായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അതിലേക്ക് എല്ലാവരും അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ട് അത് നിങ്ങൾ ഒന്ന് റീതിങ്ക് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ജർമ്മനൊക്കെ എടുക്കാവുന്നതാണ്. അടുത്തായിട്ട് NCLEX സാറിനെ പലപ്പോഴും ജോയിൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് യാതൊരു എക്സ്പീരിയൻസും ഇല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു അക്കാദമിയിൽ അതും 50ഉം 60ഉം കൊടുത്തുകൊണ്ട് NCLEX സാറിന് നിങ്ങൾ 1 വർഷം 1.5 വർഷമൊക്കെ ജോലി ചെയ്യാതെ പോയി ജോയിൻ ചെയ്യും. പക്ഷേ ഈ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ബേസിക് തിയറി ഒന്നും അറിയാതെ കുറേ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് അതിനുള്ള പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് പഠിച്ച് നിങ്ങൾ ടൈം കളയാമെന്നല്ലാതെ അതുകൊണ്ട് വലിയ പ്രയോജനം നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പം ഏതെങ്കിലും ഒരു കൺട്രിയിൽ പോയി ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്കില്ലാണ് അവർ അസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ അപ്രൈസലുകൾ അല്ലെങ്കിൽ 6 മാസമൊക്കെ കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു സ്കിൽ അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ആ സ്കില്ല് നിങ്ങളുടെ സ്റ്റാൻഡേർഡിനുള്ളതല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം തന്നെ അവിടെ ഉണ്ടാവും. അപ്പോൾ NCLEX പഠിക്കുന്നത് നല്ലതാണ്. NCLEX പഠിച്ചാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവറപ്പ് ആവും. അതുകൊണ്ട് തന്നെ NCLEX പഠിക്കുന്നത് നല്ലതാണ്. പക്ഷെ NCLEX വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു അക്കാദമിക്ക് പോയിട്ട് ജോലിക്ക് പോകാതെ ജോയിൻ ചെയ്യുന്നത് ഒരു കാരണവശാലും നല്ലതല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഇത്തരത്തിലുള്ള ന്യൂ അപ്ഡേഷൻസിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ പേജ് ഫോളോ ചെയ്താൽ ഇൻസൈറ്റ് 360 ആപ്പിൻ്റെ മെൻറ്റേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി സംസാരിക്കാവുന്നതാണ്.